കുടുംബബന്ധം മുറിച്ചാലുള്ള അപകടങ്ങൾ അറിയില്ല, കുടുംബബന്ധം ചേർത്താൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ അറിയില്ല. അതുകൊണ്ടാണ് കുടുംബബന്ധം ആളുകൾ മുറിക്കുന്നത്. രണ്ടാമത്തത് തഖ്വയുടെ കുറവാണ്, ഈമാനിന്റെ കുറവാണ്. കാരണം നബി തങ്ങൾ പറഞ്ഞല്ലോ, കുടുംബബന്ധം മുറിച്ചവന് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. തഖ്വയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരിക്കലും കുടുംബബന്ധം മുറിക്കൂല. മൂന്നാമത്തെ കാര്യം കിബറാണ്, അഹങ്കാരമാണ്. കയ്യിൽ കുറച്ച് പണം കിട്ടിയപ്പോ, വലിയ സമ്പന്നനായപ്പോ പിന്നെ ഉപ്പാനെ കാണാൻ പറ്റുന്നില്ല, ഉമ്മാനെ കാണാൻ പറ്റുന്നില്ല. ഉമ്മാന്റെ കുടുംബക്കാരോടുള്ള ബന്ധം വിട്ടുപോയി, വാപ്പാന്റെ കുടുംബക്കാരോടുള്ള ബന്ധം വിട്ടുപോയി. കിബറാണ് കുടുംബബന്ധം മുറിച്ചു കളയുന്നത്. നാലാമത്തത് ഒരുപാട് കാലത്തെ ഗ്യാപ്പാണ്, സംസാരമില്ല, കമ്മ്യൂണിക്കേഷൻ ഇല്ല. കുടുംബമായിട്ട് കുറെ കാലമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഇത് ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉപ്പാനും ഉമ്മാനെയും മാത്രം വിളിക്കും, വേറെ ആരും വിളിക്കൂല. കാരണം എന്താ, ഏറ്റവും അടുത്ത എളാപ്പുണ്ട്, നമ്മൾ എടുത്തു വളർത്തിയ എളാപ്പിയായിരിക്കും വാപ്പ ഗൾഫിലുള്ള സമയത്ത്. നമ്മളെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തത് മൂപ്പരായിരിക്കും, ഇതൊക്കെ ചെയ്തവരായിരിക്കും. നല്ല കഷ്ടപ്പാട് നമുക്ക് കൊണ്ട് അനുഭവിച്ചിട്ടുണ്ട്, എന്നാലും വിളിക്കൂല. ഒരുപാട് ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഗ്യാപ്പ്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, അത് വലിയ പ്രശ്നമാണ്. അത് കുടുംബബന്ധം മുറിയാൻ കാരണമാകും. അതേപോലെ തന്നെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഭയങ്കരമായ കുറ്റപ്പെടുത്തൽ. ചില ആൾക്കാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ആൾക്കാരെ മുമ്പിൽ, കുടുംബക്കാരെ മുന്നിൽ വെച്ചിട്ട് ചില ആൾക്കാർ അങ്ങനെ ചീത്തറിയും. പിന്നെ പറയുന്നത്, മൂപ്പരോട് ഞാൻ മിണ്ടൂല, എളാപ്പല്ലേ, എന്ത് എളാപ്പയാലും മിണ്ടില്ല, ഞാൻ മൂപ്പരോട് ഇനി മിണ്ടൂല.